നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. ചാക്കയിൽ നിന്നും 2 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ പോലീസ് അന്വേഷണം പുതിയ തലങ്ങളിലേക്ക്. ചാക്കയിൽ നിന്നും 2 വയസ്സുകാരിയെ കാണാതായ സംഭവത്തിന് പിന്നിൽ കുട്ടികളെ വാടകയ്ക്കെടുക്കുന്ന മാഫിയുണ്ടോ എന്ന സംശയത്തെ തുടർന്ന് പോലീസ് അതിനിർണായകമായ നീക്കങ്ങളിലേക്ക് കടക്കുകയാണ്. പോലീസിന്റെ ഫോറൻസിക് ലാബിലേക്ക് കുഞ്ഞിന്റെ DNA സാമ്പിളുകൾ എടുത്ത് പരിശോധനയ്ക്കായി അയച്ചു. നാടോടി സംഘത്തിലുള്ളവരാണോ കുട്ടിയുടെ യഥാർത്ഥ അച്ഛനും അമ്മയും എന്ന് ഉറപ്പിക്കാനാണ് ഇത്. രക്തത്തിൽ മദ്യത്തിന്റെ സാമ്പിൾ അടങ്ങിയിട്ടുണ്ട് എന്നും പോലീസ് പരിശോധിച്ചു വരുന്നു. വിൽപ്പനയ്ക്ക് കൊണ്ടുവന്നതാണ് എന്നും അന്വേഷണ പരിധിയിലുണ്ട്. ഫലം ഒരാഴ്ചക്കകം ലഭിച്ചേക്കും. DNA പരിശോധന ഫലം അതിനിർണായകമാകും. കുട്ടിയുടെ മാതാപിതാക്കൾ നാടോടി സംഘത്തിലുള്ളവരാണെന്ന് ഉറപ്പിച്ചാൽ അച്ഛനും അമ്മയെയും പോലീസ് വിശ്വാസത്തിലെടുക്കും. കുഞ്ഞ് എങ്ങനെയാണ് പൊന്തക്കാട്ടിലെ ഓടയിലെത്തിയെന്നതിൽ അന്വേഷണ സംഘത്തിന് ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. ആരെങ്കിലും കൊണ്ടിട്ടതാണോ എന്ന കാര്യം പോലീസ് ഇപ്പോഴും ഉറപ്പിക്കുന്നുമില്ല. കുഞ്ഞിന്റെ രക്തത്തിൽ പൊള്ളലേറ്റ പാടുകളോ പോറലേറ്റ പാടുകളോ ഒന്നുമില്ല. ഈ സാഹചര്യത്തിലാണ് അന്വേഷണം നടക്കുന്നത്. അന്വേഷണം തീരും വരെ കുട്ടിയെ വിട്ടുകൊടുക്കുകയുമില്ല. അന്വേഷണം കഴിയുന്നതുവരെ കുഞ്ഞ് തലസ്ഥാനത്ത് തന്നെ തുടരണമെന്നാണ് ബന്ധുക്കൾക്ക് പോലീസ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പൊന്തക്കാട്ടിലേക്ക് കുഞ്ഞ് സ്വയം നടന്നു പോകില്ല എന്നാണ് അച്ഛൻ പറയുന്നത്. നാടോടി സംഘങ്ങളെ കേന്ദ്രീകരിച്ചും CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചുമാണ് അന്വേഷണം പുരോഗമിച്ചു വരുന്നത്. കുട്ടിയെ വേഗം വിട്ടുതരണമെന്നാവശ്യപ്പെട്ട് ബന്ധുക്കൾ ആശുപത്രിയിൽ 4 മണിക്കൂർ നേരം ബഹളമുണ്ടാക്കിയിരുന്നു. കുട്ടിയെ ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്ത ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ സംരക്ഷണത്തിലേക്ക് മാറ്റി. ഇവിടെ നിന്നും അമ്മയും കുഞ്ഞിനെയും വഞ്ചിയൂരിലുള്ള സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റാൻ കമ്മിറ്റി ഉത്തരവിട്ടെങ്കിലും മാതാപിതാക്കൾ പോകില്ല എന്ന് ശാഠ്യം പിടിച്ചു. നാട്ടിലേക്ക് വിടണമെന്നാണ് ഇവരുടെ ആവശ്യം. അന്വേഷണം കഴിഞ്ഞാൽ മാത്രമേ കുഞ്ഞിനെ വിട്ടു നൽകൂ എന്ന് ജില്ലാ ബാലക്ഷേമ സമിതി അധ്യക്ഷൻ ഷാനി ബീഗം വ്യക്തമാക്കിയിരുന്നു. കുഞ്ഞിന്റെ ബന്ധുക്കളായ 3 പേരെ പേട്ട പോലീസ് ചോദ്യം ചെയ്തു വരുന്നു. ഇവരുടെ മൊഴികൾ രേഖപ്പെടുത്തി. നേരത്തെ കൊടുത്ത മൊഴികളിൽ വൈരുദ്ധ്യം ഉള്ളതിനാലാണ് വീണ്ടും ചോദ്യം ചെയ്തത്. 1 മാസത്തേക്ക് കുട്ടികളെ വാടകയ്ക്കെടുത്ത് ഭിക്ഷാടനത്തിൽ ഉപയോഗിക്കുന്ന മാഫിയ തിരുവനന്തപുരത്ത് സജീവമാണെന്നാണ് പോലീസ് പ്രാഥമിക നിഗമനം. ഈ സംഘത്തിന് കുട്ടിക്കൊപ്പമുള്ള നാടോടി സംഘത്തിലെ ഒരാൾ തന്നെ കൈമാറിയെന്ന സംശയം അന്വേഷകർക്കുണ്ട്. എന്നാൽ കുട്ടിയുടെ അമ്മയുടെ കർശന ഇടപെടൽ കാരണമായിരുന്നു ഈ പദ്ധതികളെല്ലാം പൊളിഞ്ഞത്. കുട്ടിയെ കാണാതായപ്പോൾ തന്നെ അവർ അലമുറയിട്ട് കരഞ്ഞു. അങ്ങനെ അതിവേഗം വിഷയം പോലീസിന് മുന്നിലെത്തി. മാധ്യമങ്ങൾ ഓയൂരിലെ തട്ടിക്കൊണ്ടു പോകലിന് സമാനമായ വിഷയം ഏറ്റെടുത്തു. ഇതോടെ വാടക മാഫിയയ്ക്ക് തിരിച്ചടിയായി. ഇതാണ് പോലീസ് എത്തുന്ന നിഗമനം. എന്നാൽ തെളിവുകളൊന്നും കിട്ടാത്തത് കൊണ്ട് അന്വേഷണം മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനടുത്ത് ഓടയ്ക്കരികിൽ നിന്നും കുട്ടിയെ കിട്ടിയെങ്കിലും എങ്ങനെയാണ് ഈ കുട്ടി ഇവിടെ എത്തിയത് സംബന്ധിച്ച് അന്വേഷണം തുടർന്നു വരുന്നു. ഇതിനെ കുഞ്ഞിനെ ആരെങ്കിലും പൊന്തക്കാട്ടിന് സമീപം ഉപേക്ഷിച്ചതാണോ അല്ലെങ്കിൽ കുട്ടിയെ ഒറ്റയ്ക്ക് ഇവിടേക്ക് നടന്നെത്തിയതാണോ എന്ന സംശയത്തിലാണ് പോലീസ് ഉള്ളത്. പക്ഷേ പോലീസിന്റെ അനുമാനം തള്ളുകയാണ് കുട്ടിയുടെ കുടുംബം. ഇനിയുള്ള 2 മാസം കേരളത്തിൽ ഉത്സവകാലമാണ്. ആറ്റുകാൽ പൊങ്കാല അടക്കം വരുന്നു. ഈ സമയത്ത് തിരുവനന്തപുരത്ത് ഭിക്ഷാടന മാഫിയ നിറയാറുണ്ട്. ഈ മാഫിയകളാണ് കുട്ടിയെ തട്ടിക്കൊണ്ടു പോയതെന്നാണ് പോലീസ് സംശയം. ആറ്റുകാൽ പൊങ്കാലയിലെ സാധ്യതയും സാഹചര്യവും തിരിച്ചറിഞ്ഞതാണോ നാടോടി സംഘം 2 ആഴ്ച മുൻപ് കേരളത്തിലെത്തിയതെന്ന പരിശോധനയും അന്വേഷണ സംഘം പരിശോധിച്ചു വരികയാണ്. വിശദമായി തന്നെ കുടുംബാംഗങ്ങളെ ചോദ്യം ചെയ്യുകയാണ്. ബാംഗ്ലൂരിൽ നിന്നും കുട്ടിയുടെ അച്ഛനും അമ്മയും അച്ഛന്റെ സഹോദരിമാരും വിമാനത്തിലെത്തിയതിലും അന്വേഷണം നടക്കുന്നുണ്ട്. 2000-ൽ താഴെ ടിക്കറ്റ് നിരക്കിലായിരുന്നു വിമാനത്തിൽ വന്നതെന്നാണ് ഇവർ നൽകുന്ന വിവരം. ഇതെല്ലാം പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഈ വിമാനയാത്രയാണ് നാടോടി സംഘത്തിലേക്ക് അന്വേഷണം നീളുവാനുള്ള പ്രധാന കാരണം. കുട്ടിയെ ഉപേക്ഷിക്കാൻ വന്നത് ചാക്ക ഭാഗത്തു നിന്ന് തന്നെയാണെന്നാണ് പോലീസ് നിഗമനം. അറപ്പുര വിളക്കാത്ത ഭാഗത്തു നിന്നും ചാക്ക IIT ഭാഗത്തേക്കുള്ള മുഴുവൻ CCTV ദൃശ്യങ്ങളും ശേഖരിച്ചു വരികയാണ് പോലീസ്. ഉറങ്ങിക്കിടക്കുന്നിടത്തു നിന്നാണ് മേരി എന്ന 2 വയസ്സുകാരിയെ കാണാതാവുന്നത്. രാത്രി 12 മണിക്ക് ശേഷമായിരുന്നു കുട്ടിയെ കാണാതായെന്നായിരുന്നു കുടുംബം നൽകിയ മൊഴി. സഹോദരങ്ങൾക്കൊപ്പം ഉറങ്ങിക്കിടന്ന കുട്ടിയെ മഞ്ഞ സ്കൂട്ടറിലെത്തിയ 2 പേർ എടുത്തുകൊണ്ട് പോയി എന്നായിരുന്നു സഹോദരന്റെ ആദ്യ മൊഴി. എന്നാൽ പിന്നീട് അമ്മയുടെ കരച്ചിൽ കേട്ടാണ് താൻ എഴുന്നേറ്റതെന്നും വാഹനം കണ്ടില്ല എന്നും പറഞ്ഞ സഹോദരൻ പിന്നീട് ഇക്കാര്യം തിരുത്തി പറഞ്ഞിരുന്നു. ഇളയ സഹോദരൻ പറഞ്ഞാണ് ഞാൻ ഈ കാര്യം അറിയുന്നതെന്നാണ് പിന്നീട് നൽകിയ മൊഴി. ഇതെല്ലാം ദുരൂഹമായി തുടരുകയാണ്. 19 മണിക്കൂർ നീണ്ട ആശങ്കയ്ക്കൊടുവിൽ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള ഓടയിൽ നിന്നുമായിരുന്നു കുട്ടിയെ പോലീസ് കണ്ടെത്തിയത്. എന്നാൽ കുട്ടി എങ്ങനെ അവിടെ എത്തിയ എന്നതിൽ വ്യക്തതയില്ല. കുട്ടിയുടെ ശരീരത്തിൽ കാര്യമായ പോറലുകളൊന്നും ഇല്ലാത്തതിനാൽ ആരെങ്കിലും ഉപേക്ഷിച്ചതാകാമെന്ന പോലീസ് നിഗമനം. കൊച്ചുവേളിയിൽ കാട് വളർന്ന് മറിഞ്ഞ നിലയിലുള്ള ഓടയിൽ നിന്നുമായിരുന്നു കുട്ടിയെ കണ്ടെത്തിയത്. ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് പ്രസിദ്ധീകരിച്ചിരുന്നു. തട്ടിക്കൊണ്ടു പോകലാണോ എന്ന കാര്യത്തിൽ ഇപ്പോഴും സംശയം ബാക്കിയാണ്. വിശദമായ അന്വേഷണത്തിന് ശേഷമായിരിക്കും കാര്യങ്ങളിൽ വ്യക്തത വരൂ എന്ന് കമ്മീഷണർ CH നാഗരാജു അറിയിച്ചിട്ടുണ്ട്.
ഇതെല്ലാം കുട്ടിയെ വാടകയ്ക്ക് എടുക്കുന്ന സംഘത്തിലേക്ക് അന്വേഷണം നീളുന്നതിന് സൂചന കൂടിയാണ്.